ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എൽസോ വിമയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഈസ്റ്റർ അല്ലേ, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇപ്പോൾ നമുക്ക് ഈസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് എന്തുണ്ടാക്കാമെന്നുള്ള ഒരു തോട്ട് വന്നായിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും സാധാ ചോറൊക്കെ അല്ലേ വെക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചെന്നാൽ പിന്നെ ഈസ്റ്ററിന് ഒരു സ്പെഷ്യൽ ഈസ്റ്റർ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ബസുമതി റൈസിൻ്റെ ആണ്, ഇന്ത്യ ഗേറ്റിൻ്റെ വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണാം എങ്ങനെ ഞാൻ ഇന്ന് ഈസ്റ്റർ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിന് മുമ്പിട്ട് ചാനലിൽ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ആ ബിരിയാണി ഈ ബിരിയാണിയും നല്ല ഡിഫറെൻ്റ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഈസ്റ്റർ. ആദ്യം നമുക്ക് മുളക് പൊടി ഇടാം. 2-3 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 3, മഞ്ഞൾപ്പൊടി 1, കുരുമുളക് 2, ഉപ്പ് 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 2, എണ്ണ, കുറച്ച് മല്ലിയില. ഇത് മിക്സ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വെള്ളം ഒഴിക്കാം. നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളാണെങ്കിൽ ചിക്കൻ ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരിയും നമ്മൾ ആ ടൈമിൽ തന്നെ കഴുകി മാറ്റി അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഇത് ഈസ്റ്റർ ബിരിയാണി. അപ്പം ഈസ്റ്റർ ബിരിയാണിക്ക് സ്പെഷ്യലുണ്ട്. നമ്മൾ ചിക്കൻ ആണെങ്കിൽ ആദ്യം വറുത്ത് കോരിയിട്ടാണ് നമ്മൾ ബിരിയാണിക്കകത്ത് മിക്സ് ചെയ്തത്. അതിനുവേണ്ടി നമ്മൾ പാൻ ഓണാക്കിയിട്ട് നമുക്കതിനകത്ത് എണ്ണ ഒഴിച്ച് നമുക്ക് വേണ്ട കാഷ്യൂ നട്ട്, പിന്നെ മുന്തിരി, ഇതെല്ലാം നമുക്ക് ആദ്യം ഉള്ളി ഇതെല്ലാം നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനകത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് 2 സ്പൂൺ. നെയ്യുടെ എണ്ണയുടെ ഇതും കൂടെ വരുമ്പോൾ ബിരിയാണിക്ക് നല്ല ഫ്ലേവർ ആയിരിക്കും. ഇത് നല്ല ചൂടായി. ഇനി നമുക്ക് കാഷ്യൂ ഇടാം. ഈ കാഷ്യൂ ഇടുന്നതിൻ്റെ അനുസരിച്ച് ഇതും കൂടി ഇടാം. നല്ല രീതിയിൽ ഇത് പൊങ്ങി ബബിൾ പോലെ വരും. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എടുത്ത് വെക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ബബിൾസ് ഇങ്ങനെ വരുന്നെന്നോ, അതേപോലെ ബബിൾ വരും. മുന്തിരിങ്ങയുടെ ഒരു മണമുണ്ട്. ഞാൻ പറയില്ലേ, നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് വീട്ടിൻ്റെ വെളിയിലുള്ളവരറിയണം. എന്നിട്ട് അത് മണം കേട്ടിട്ട് അവർ ഓടി വരണം ഇവിടെ എന്തോ ഉണ്ടാക്കുന്നതെന്ന്. അതേപോലെ മണം ഇങ്ങനെ അടിച്ച് അത് നമ്മൾ ജനലൊക്കെ ഇങ്ങനെ തുറന്നിട്ടേക്കുന്നത് ബാക്കിയുള്ളവർക്കൂടെ മണം കിട്ടാൻ വേണ്ടി. നമുക്കിത് കോരിയെടുക്കാം, അതല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകും. ബാക്കി വന്ന ഉള്ളി ഫുള്ള് ഇതിനകത്തിടാം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഉള്ളി. ഇതിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് എന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് വാടിക്കിട്ടും. കുറച്ച് ഉപ്പ് മതി. നമുക്കിത് കോരിയിടാം. ഇവിടെ ഒരിടത്ത് എണ്ണ തിളയ്ക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു സൈഡിൽ ചിക്കനും ഫ്രൈ ചെയ്യണം, ഒരു സൈഡിൽ നമുക്ക് അരിയും വേവിക്കണം. കാരണം നമ്മൾ ഈ ടൈം വേസ്റ്റ് ചെയ്യാൻ ഇനിയില്ല. ആദ്യം ഇതിനാവശ്യമുള്ള വെള്ളം ഒഴിക്കാണ്. ഇനി നമ്മളാണെങ്കിൽ ഓൾറെഡി വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാവണം. അതിനകത്ത് നമ്മൾ ഒരു ബേ ലീഫ്, പിന്നെ ഒരു 2-3 പട്ട, പിന്നെ ആവശ്യത്തിന് കുരുമുളക്, പെരിഞ്ചീരകം, ഏലയ്ക്ക ഒരു 6-7 എണ്ണം, പിന്നെ ഒരു സ്റ്റാറിൻ്റെ പിന്നെ ഒരു 6-7 ഗ്രാമ്പു. ഇത്രയും നമ്മൾ വെള്ളത്തിലിട്ട്. ഇനി ഇതിനകത്ത് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാമേ.
ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഉപ്പിടാം. ഒന്ന് ഒരു 2. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് എന്താ ചിക്കൻ്റെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഇത് എണ്ണ തിളച്ച്. ഇനി നമുക്ക് എന്താ ചെയ്യുക, ഈ ചിക്കൻ കുറച്ച് എടുത്ത് ഫ്രൈ ചെയ്യാം. ഇത് ഓരോന്ന് വെച്ച് എണ്ണ ചൂടായി. കോഴി ബിരിയാണി നല്ലതായിട്ട് ഇത് ഫ്രൈ ആക്കട്ടെ. അപ്പോൾ നമ്മളെ വെള്ളം നല്ലതായിട്ട് തിളച്ച് ഫ്രൈ ആയി. ഇനി ഇതെടുത്ത് കോരി വേറൊരു പാത്രത്തിലോട്ട് വയ്ക്കാം. ഇങ്ങനെ ഇപ്പം ചിക്കൻ ഫ്രൈ ആയി. മസാലകളെല്ലാം ഇടാം. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും കൂടെ ഇതിനകത്തിടാം. നല്ലതായിട്ട് വരും. ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ എണ്ണ എടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ചിക്കൻ്റെ ആ ഫ്ലേവർ ഈ ബിരിയാണിക്കകത്ത് ഇങ്ങനെ വരും. ഇനി അടുത്ത് നമുക്ക് ഉള്ളിയാണെങ്കിൽ ഇടാം. നമ്മൾ ഈ ചിക്കന് വേണ്ടിയുള്ള മസാലയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഉള്ളി ഇങ്ങനെ വയറ്റുമ്പോൾ ഇതിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ ആവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ചൂടും അടുക്കളയുടെ ചൂടും എല്ലാം കൂടെ ഉള്ളി വാടിയതുപോലെ ഞാനും വാടിപ്പോയി. ഇത് നല്ല രീതിയിൽ വാടി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ നേരത്തെ ഇട്ട മസാലകളെല്ലാം ചെറിയ തോതിൽ ഇതിനകത്തിടാം. 1 ടീസ്പൂൺ മുളക് പൊടി, 2 കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് കുറച്ചിട്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കിത് ഇളക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ചിക്കൻ എല്ലാം ഇതിനകത്ത് അങ്ങ് ഇടുക. ഇത് നല്ല രീതിയിൽ ഇത് ഫുള്ള് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ്റെ മസാല. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇതിനകത്ത് ഇരിക്കട്ടെ. ആ ടൈമിൽ കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ അത് ദം അടിക്കാമെന്ന് നമുക്ക് ഈ ഒരു ഉള്ളി എടുക്കാം. നമ്മൾ ഇതിനകത്ത് നെയ്യ് ഇടാം. നെയ്യ് നമ്മൾ നല്ല രീതിയിൽ തൂകി. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ മസാല അതെടുക്കുക. നമുക്ക് ഈ ചിക്കൻ ആണെങ്കിൽ ഇതിനകത്തോട്ടിടാം. ഈ അരി നമ്മൾ നേരത്തെ ഒരു 98% ഇത് വെന്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തിടാം. നെയ്യ് ഇതിൻ്റെ മേളിൽ തൂകി കൊടുക്കണം. ഇനി നമ്മൾ എന്തോ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ എണ്ണയുണ്ടല്ലോ, ചിക്കൻ ഇവിടെ ഒരു എണ്ണ കുറച്ചെടുക്കണം. അത് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ തൂകി കൊടുക്കണം. ഇപ്പോഴൊരു ചുമപ്പൊരു നിറം വരും. കുറച്ച് പുതിനയില, ഈ അണ്ടിപ്പരിപ്പ് കുറച്ച് അതിനകത്തിടാം. പരിപ്പ് മുന്തിരിങ്ങ എല്ലാം ഇതിനകത്തിട്ടു. നമ്മൾ എന്താ ചെയ്യുക, ഉള്ളി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, ഈ കുരുമുളക് ഇതിനകത്ത് നമ്മൾ ഇടുക. ഇനി ബാക്കി റൈസ് ഇടുക. മല്ലിയില പുതിനയില, കുറച്ച് നെയ്യ് ഒഴിച്ചു, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒഴിക്കാം, കുറച്ച് കുരുമുളക് ഇടാം,
നമ്മളാണെങ്കിൽ ഓൾറെഡി ഇത് ദം ചെയ്ത് വെച്ച് ഇനി ഒരു അരമണിക്കൂർ ഞാൻ കഴിഞ്ഞിട്ട് ഇത് എടുക്കുവാണേ. ഇത് നമുക്ക് കുറച്ച് മിക്സിങ് ചെയ്യാനുണ്ട്. അടി കിടക്കുന്ന മസാല മുകളിൽ വരണം. അപ്പോഴേ ബിരിയാണിയുടെ രുചി എടുത്തോളൂ. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഇത് അതേപോലെ മിക്സ് ചെയ്ത് നമുക്ക് അടച്ചങ്ങ് വയ്ക്കാം. അതുപോലെ ഈ സാധനം വെച്ച് അടച്ചങ്ങ് വയ്ക്കുക. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇപ്പൊ റെഡിയായി. ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ വരുന്ന ആരാ? പറ, ആരാ? കരോളിനാണ് ഇന്ന് വരുന്നത്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാമേ. ഇത് ഞങ്ങളാണെങ്കിൽ ഓൾറെഡി ഒരു വട്ടം കഴിച്ച ബിരിയാണിയിൽ ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിച്ചായിരുന്നു. അപ്പം ഞങ്ങളാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നു ഇല്ലേ. അപ്പം നമ്മൾ വിചാരിച്ച് ഒന്നും കൂടെ ട്രൈ ചെയ്യാമെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. അങ്ങനെയുണ്ട് ബിരിയാണി. ഇഷ്ടപ്പെട്ടോ? ഉച്ചയ്ക്ക് കഴിച്ച് വയറെല്ലാം നിറഞ്ഞിരിക്കുകയല്ലേ. ഇതിനൊന്ന് ഇരിക്കും തോറും ടേസ്റ്റ് നല്ല കൂടുതലാണ് അല്ലേ? ഉച്ചക്കാട്ടും ടേസ്റ്റ് ഇപ്പോഴുണ്ട് അല്ലേ? ഉച്ചയ്ക്ക് റൈത്തയും കൂടെ ഉണ്ടായിരുന്നു. റൈത്ത ഓൾറെഡി തീർന്നു കഴിച്ച്. മറ്റേ സലാഡ് ഉണ്ടായിരുന്നല്ലോ ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചപ്പം. ഓൾറെഡി സലാഡ് കഴിഞ്ഞു. ഇപ്പം ആണെങ്കിൽ അതുകൊണ്ട് ഞാൻ വെജിറ്റബിൾസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട്. നീ പറ, സൂപ്പറാന്ന് പറ. കരോളിന് ഇഷ്ടപ്പെട്ടോ? എന്താ ചിരിക്കുന്നത്? എന്താ കൊസ്റ്റിൻ വരുമെന്ന് അറിയാമോ? കൊസ്റ്റിൻ ആൻസർ ചെയ്യണം. ചിക്കൻ നല്ല റോസ്റ്റ് ചെയ്ത് ചിക്കൻ ആയതുകൊണ്ട് ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നാരങ്ങ അച്ചാറും പിന്നെ ഡേറ്റ്സിൻ്റെ ഒരു അച്ചാറും ഉണ്ടായിരുന്നു. ആണോ? എന്തോ ഡിഫറെന്റ്? എന്തുവാ ഇപ്പോഴാന്നോ കൊള്ളാവുന്ന? ഉച്ചത്തെ ആയിരുന്നോ കൊള്ളാവുന്നേ? ഇപ്പോഴത്തെ അല്ലേ? ബിരിയാണി ഇരിക്കുന്നോറും അതിൻ്റെ ടേസ്റ്റ് കൂടും. ബിരിയാണിയും കഴിച്ച് ഉറക്കം കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് വന്നിരിക്കുക. ഉച്ചയ്ക്ക് എടുക്കാൻ സമയം കിട്ടിയില്ല. കാരണം എല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്ക് 2 മണിയായി. അപ്പോഴും പിന്നെ പെട്ടെന്ന് ഫുഡ് കഴിക്കാനാണ് തോന്നുന്നത്. വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതിൻ്റെ ഇടയ്ക്ക് അധികം സ്പൈസി ഒന്നുമില്ല. നോർമൽ എരിയൊന്നും അധികം ഇല്ലല്ലോ, നോർമലേ ഉള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ എപ്പോഴും റോസ്റ്റ് ചെയ്ത ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. സാധാരണ ബിരിയാണി ടേസ്റ്റ് അല്ല. ചിക്കൻ റോസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ വേറൊരു ടേസ്റ്റ്. അത് മസാലയും കൂടെ വരുമ്പോഴുള്ള ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ബിരിയാണിൻ്റെ. എല്ലാ സാധനങ്ങളും അങ്ങനെ ഈസ്റ്ററും കഴിഞ്ഞു. എല്ലാവർക്കും ഉറക്കെ പറ കരോളെ, ഹാപ്പി ഈസ്റ്റർ. അങ്ങനെ ബിരിയാണി എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. അങ്ങനെ ബിരിയാണിയും കഴിഞ്ഞു, ഈസ്റ്ററും കഴിഞ്ഞു. എന്നാൽ പിന്നെ ശരി, ഓക്കെ, ബൈ ബൈ. ഹലോ ഹലോ എടാ ഇങ്ങോട്ട് വാ. ഹലോ. എത്രല്ലാണോ പഠിക്കുന്നേ? എത്രല്ലാ പഠിക്കുന്നേ? ഹലോ ഹലോ എവിടെ എവിടെ ഹലോ അങ്ങോട്ട് പഠിക്കുവാണോ? പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.